ശാന്തി 13-12-24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, തൻ്റെ ലക്ഷ്യത്തെയും ലക്ഷ്യദാതാവായ ബാബയെയും ഓർമ്മിക്കൂ. അപ്പോൾ ദൈവിക ഗുണം വന്നു ചേരും. ആർക്കെങ്കിലും ദുഃഖം നൽകുന്നത്, അധിക്ഷേപിക്കുന്നത്, ഇതെല്ലാം ആസുരീയ ലക്ഷണങ്ങളാണ്. ചോദ്യം: ബാബയ്ക്ക് കുട്ടികളായ നിങ്ങളോട് വളരെ ഉയർന്ന സ്നേഹമുണ്ട്. അതിൻ്റെ അടയാളം എന്താണ്? ഉത്തരം: ബാബയുടെ ഏതൊരു മധുരമായ ശിക്ഷണങ്ങൾ ലഭിക്കുന്നുവോ, ഈ ശിക്ഷണങ്ങൾ നൽകുന്നത് തന്നെയാണ് ആ ഒന്നിൻ്റെ ഉയർന്ന സ്നേഹത്തിൻ്റെ അടയാളം. ബാബയുടെ ആദ്യത്തെ ശിക്ഷണമാണ്, മധുരമായ കുട്ടികളെ, ശ്രീമത്ത് കൂടാതെ ഏതെങ്കിലും തലകീഴായ പ്രവൃത്തി ചെയ്യരുത്. നിങ്ങൾ സ്റ്റുഡൻ്റാണ്. നിങ്ങൾ തൻ്റെ കയ്യിൽ ഒരിക്കലും ലോ എടുക്കരുത്. നിങ്ങൾ തൻ്റെ വായിൽ നിന്നും സദാ രത്നങ്ങൾ പുറപ്പെടുവിക്കൂ, കല്ലുകളല്ല. ഓം ശാന്തി. ബാബ ഇരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഇപ്പോൾ ഇവരെ, അതായത് ലക്ഷ്മി നാരായണനെ നല്ല രീതിയിൽ കാണുന്നുണ്ട്. ഇതാണ് എയിം ഓബ്ജക്റ്റ്. അതായത് നിങ്ങൾ ഈ കുലത്തിലേതായിരുന്നു. എത്ര രാപ്പകലിൻ്റെ വ്യത്യാസമുണ്ട്. അതിനാൽ അടിക്കടി ഇതിനെ നോക്കണം. നമുക്ക് ഇങ്ങനെ ആകണം. ഇവരുടെ മഹിമ നല്ല രീതിയിൽ അറിയുന്നുണ്ട്. ഇത് പോക്കറ്റിൽ വയ്ക്കുന്നതിലൂടെ തന്നെ സന്തോഷം നിലനിൽക്കും. ഉള്ളിൽ ഏതൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുവോ അത് ഉണ്ടായിരിക്കാൻ പാടില്ലാത്തതാണ്. ഇതിനെ ദേഹാഭിമാനം എന്ന് പറയുന്നു. ദേഹി അഭിമാനിയായി ഈ ലക്ഷ്മി നാരായണനെ നോക്കുമെങ്കിൽ നമ്മൾ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കും. അപ്പോൾ തീർച്ചയായും ഇവരെ നോക്കേണ്ടി വരും. ബാബ മനസ്സിലാക്കി വെച്ചു തരുന്നു, നിങ്ങൾക്ക് ഇങ്ങനെയാകണം. മധ്യാജി ഭവ. ഇവരെ നോക്കൂ, ഓർമ്മിക്കൂ. ഉദാഹരണം പറഞ്ഞു തരുന്നുണ്ടല്ലോ. അയാൾ ഞാൻ എരുമയാണ് എന്ന് ചിന്തിച്ചപ്പോൾ സ്വയം എരുമയായി തന്നെ മനസ്സിലാക്കുവാൻ തുടങ്ങി. നിങ്ങൾക്കറിയാം, ഇത് നമ്മുടെ എയിം ഓബ്ജക്റ്റാണ്. ഇത് ആകേണ്ടതുണ്ട്. എങ്ങനെ ആകും? ബാബയുടെ ഓർമ്മയിലൂടെ. ഓരോരുത്തരും സ്വയം തന്നോട് ചോദിക്കൂ. തീർച്ചയായും നമ്മൾ ഇവരെ കണ്ട് ബാബയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുകയാണോ? ബാബ നമ്മളെ ദേവതയാക്കുന്നു എന്നത് മനസ്സിലാക്കുന്നുണ്ട്. എത്ര സാധിക്കുമോ ഓർമ്മിക്കണം. നിരന്തരം ഓർമ്മ നിലനിൽക്കുക സാധ്യമല്ല എന്നത് ബാബ പറയുന്നുണ്ട്. പക്ഷേ പുരുഷാർത്ഥം ചെയ്യണം. ഗൃഹസ്ഥ വ്യവഹാരത്തിലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ഈ ലക്ഷ്മി നാരായണനെ ഓർമ്മിക്കുകയാണെങ്കിൽ ബാബ തീർച്ചയായും ഓർമ്മ വരും. ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ ഇത് തീർച്ചയായും ഓർമ്മയുണ്ടാകും. നമുക്ക് ഇങ്ങനെയാകണം. ഇത് മുഴുവൻ ദിവസവും ചിന്തയുണ്ടായിരിക്കട്ടെ. പിന്നെ പരസ്പരം ഒരിക്കലും അധിക്ഷേപിക്കുകയില്ല. ഇയാൾ ഇങ്ങനെയാണ്, ഇന്നയാൾ ഇങ്ങനെയാണ്. ഈ കാര്യങ്ങളിൽ ആരാണോ മുഴുകുന്നത് അവർക്ക് ഉയർന്ന പദവി നേടുവാൻ സാധിക്കില്ല. ഇങ്ങനെ തന്നെ അവശേഷിക്കുന്നു. എത്ര സഹജമാക്കി മനസ്സിലാക്കിക്കുന്നു. ഇതിനെ ഓർമ്മിക്കൂ, ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ നിങ്ങൾ ഇതായി മാറുക തന്നെ ചെയ്യും. ഇവിടെയാണെങ്കിൽ നിങ്ങൾ മുന്നിലിരിക്കുകയാണ്. എല്ലാവരുടെയും വീട്ടിൽ ഈ ലക്ഷ്മി നാരായണൻ്റെ ചിത്രം തീർച്ചയായും ഉണ്ടായിരിക്കേണ്ടതാണ്. എത്ര ആക്യുറേറ്റ് ചിത്രമാണ്! ഇതിനെ ഓർമ്മിക്കുകയാണെങ്കിൽ ബാബ ഓർമ്മ വരും. മുഴുവൻ ദിവസവും മറ്റു കാര്യങ്ങൾക്ക് പകരം ഇത് കേൾപ്പിച്ചുകൊണ്ടേയിരിക്കൂ. ഇന്നയാൾ ഇങ്ങനെയാണ്, ഇതാണ്. ഇങ്ങനെ ആരെങ്കിലും നിന്ന ചെയ്യുന്നതിന് ആശയക്കുഴപ്പം എന്ന് പറയുന്നു. നിങ്ങൾ തൻ്റെ ദൈവിക ബുദ്ധി ഉണ്ടാക്കണം. ആർക്കെങ്കിലും ദുഃഖം നൽകുന്നത്, അധിക്ഷേപിക്കുന്നത്, ചഞ്ചലത കാണിക്കുന്നത്,
ഈ സ്വഭാവം ഉണ്ടായിരിക്കാൻ പാടില്ല. ഇതിൽ പകുതി കൽപ്പം മുഴുകിയിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് എത്ര മധുരമായ ശിക്ഷണം ലഭിക്കുന്നു. ഈ ഒന്നിനേക്കാൾ ഉയർന്ന സ്നേഹം മറ്റൊന്നില്ല. ശ്രീമത് കൂടാതെ ഏതെങ്കിലും തലകീഴായ പ്രവൃത്തി ചെയ്യുവാൻ പാടില്ല. ബാബ ധ്യാനത്തിൻ്റെ കാര്യത്തിലും ഡയറക്ഷൻ നൽകുന്നു. കേവലം ഭോഗ് അർപ്പിച്ച ശേഷം വരൂ, വൈകുണ്ഠത്തിലേക്ക് പോകൂ, രാസവിലാസവും മറ്റും ചെയ്യൂ എന്നൊന്നും ബാബ പറയുന്നില്ല. മറ്റു സ്ഥാനത്തേക്ക് പോയെങ്കിൽ മായയുടെ പ്രവേശനം ഉണ്ടായി എന്ന് മനസ്സിലാക്കൂ. മായയുടെ നമ്പർ 1 കർത്തവ്യമാണ് പതീതമാക്കുക. നിയമവിരുദ്ധമായ പെരുമാറ്റത്തിലൂടെ വളരെയധികം നഷ്ടമുണ്ടാകുന്നു. പിന്നെ കടുത്ത ശിക്ഷകളും അനുഭവിക്കേണ്ടി വന്നേക്കാം. അഥവാ സ്വയം തന്നെ സംരക്ഷിക്കുകയില്ലെങ്കിൽ. ബാബയോടൊപ്പം ധർമ്മരാജനുമുണ്ട്. ആ ഒന്നിൻ്റെ അടുക്കൽ പരിധിയില്ലാത്ത കണക്ക് പുസ്തകമുണ്ട്. രാവണൻ്റെ ജയിലിൽ എത്ര വർഷം ശിക്ഷകൾ അനുഭവിച്ചു. ഈ ലോകത്തിൽ എത്ര അപാര ദുഃഖമാണ്. ഇപ്പോൾ ബാബ പറയുന്നു, മറ്റെല്ലാ കാര്യങ്ങളും മറന്ന് ഒരു ബാബയെ ഓർമ്മിക്കൂ. മറ്റെല്ലാ ആശയക്കുഴപ്പങ്ങളും ഉള്ളിൽ നിന്നും നീക്കം ചെയ്യൂ. വികാരത്തിലേക്ക് ആരാണ് കൊണ്ടുപോകുന്നത്? മായയുടെ ഭൂതം. നിങ്ങളുടെ എയിം ഓബ്ജക്റ്റ് തന്നെ ഇതാണ്. രാജയോഗം ആണല്ലോ. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ ഈ സമ്പത്ത് ലഭിക്കും. അപ്പോൾ ഈ തൊഴിലിൽ മുഴുകേണ്ടത് ആവശ്യമാണ്. മുഴുവൻ മാലിന്യവും ഉള്ളിൽ നിന്നും നീക്കം ചെയ്യേണ്ടതാണ്. മായയുടെ ഉന്നത അവസ്ഥയും വളരെ കടുത്തതാണ്. എന്നാൽ അതിനെ നീക്കം ചെയ്യണം. എത്ര സാധിക്കുമോ ഓർമ്മയുടെ യാത്രയിലിരിക്കണം. ഇപ്പോഴാണെങ്കിൽ നിരന്തരം ഓർമ്മ ഉണ്ടാവുക സാധ്യമല്ല. ഒടുവിൽ നിരന്തരം വരെയും എത്തിച്ചേരും. അപ്പോൾ തന്നെയാണ് ഉയർന്ന പദവി നേടുന്നത്. അഥവാ ഉള്ളിൽ ആശയക്കുഴപ്പമോ മോശമായ ചിന്തകളോ ഉണ്ടായിരിക്കുമെങ്കിൽ ഉയർന്ന പദവി ലഭിക്കുക സാധ്യമല്ല. മായയ്ക്ക് വശപ്പെട്ട് തന്നെയാണ് തോറ്റുപോകുന്നത്. ബാബ മനസ്സിലാക്കി തരുന്നു, കുട്ടികളെ മോശമായ പ്രവൃത്തിയിലൂടെ തോറ്റുപോകരുത്. നിന്നയും മറ്റും ചെയ്ത് നിങ്ങളുടെ വളരെ മോശമായ ഗതി ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ സദ്ഗതി ഉണ്ടാകണം. അപ്പോൾ മോശമായ കർമ്മം ചെയ്യരുത്. ബാബ കാണുന്നുണ്ട്, മായ കഴുത്തോളം വിഴുങ്ങിയിരിക്കുകയാണ്. അറിയാൻ പോലും കഴിയുന്നില്ല. നമ്മൾ വളരെ നന്നായി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സ്വയം വിചാരിക്കുന്നു. പക്ഷേ അല്ല. ബാബ മനസ്സിലാക്കി തരുന്നു, മനസ്സ വാച കർമ്മണ, വായിൽ നിന്നും രത്നം തന്നെ പുറപ്പെടേണ്ടതാണ്. മോശമായ കാര്യങ്ങൾ സംസാരിക്കുന്നത് കല്ലാണ്. ഇപ്പോൾ നിങ്ങൾ കല്ലിൽ നിന്നും പവിഴമാകുന്നു. അപ്പോൾ വായിൽ നിന്നും ഒരിക്കലും കല്ലുകൾ വരാൻ പാടില്ല. ബാബയ്ക്ക് മനസ്സിലാക്കിക്കേണ്ടി വരുന്നു. ബാബയ്ക്ക് കുട്ടികളെ മനസ്സിലാക്കിക്കുന്നതിൻ്റെ അവകാശമുണ്ട്. സഹോദരൻ സഹോദരന് മുന്നറിയിപ്പ് നൽകും എന്നല്ല. ടീച്ചറിൻ്റെ ജോലിയാണ് ശിക്ഷണം നൽകുക. ആ ഒന്നിന് എന്തും പറയാൻ സാധിക്കും. സ്റ്റുഡൻറ് കയ്യിൽ ലോ എടുക്കാൻ പാടില്ല. നിങ്ങൾ സ്റ്റുഡൻ്റ് ആണല്ലോ. ബാബയ്ക്ക് മനസ്സിലാക്കിക്കാൻ സാധിക്കും. പിന്നെ കുട്ടികൾക്കുള്ള ബാബയുടെ ഡയറക്ഷനാണ്, ഒരു ബാബയെ ഓർമ്മിക്കൂ. നിങ്ങളുടെ ഭാഗ്യം ഇപ്പോൾ തുറന്നു. ശ്രീമത്ത് അനുസരിച്ച് നടക്കാതിരിക്കുന്നതിലൂടെ നിങ്ങളുടെ ഭാഗ്യം കേടായി പോകും. പിന്നെ വളരെയധികം പശ്ചാത്തപിക്കേണ്ടി വരും. ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് നടക്കാതിരിക്കുന്നതിലൂടെ 1 ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും, 2 പദവിയും ഭ്രഷ്ടമാകും. ജന്മജന്മാന്തരങ്ങളിലെയും കൽപ്പകൽപ്പാന്തരങ്ങളിലെയും കളിയാണ്. ബാബ ഒന്ന് പഠിപ്പിക്കുന്നു. അപ്പോൾ ബുദ്ധിയിലുണ്ടായിരിക്കണം, ബാബ നമ്മുടെ ടീച്ചറാണ്. ആ ഒന്നിലൂടെ ഈ പുതിയ നോളജ് ലഭിക്കുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ആത്മാക്കളുടെയും പരമാത്മാവിൻ്റെയും മേള എന്ന് പറയുന്നുണ്ടല്ലോ. 5000 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടും. ഇതിൽ എത്ര സമ്പത്ത് നേടാൻ ആഗ്രഹിക്കുന്നോ
നേടുവാൻ സാധിക്കും. ഇല്ലെങ്കിൽ വളരെ വളരെയധികം പശ്ചാത്തപിക്കും, കരയും. എല്ലാ സാക്ഷാത്കാരവും ഉണ്ടാകും. സ്കൂളിൽ കുട്ടികൾ ട്രാൻസ്ഫർ ആകുമ്പോൾ പിന്നിലിരിക്കുന്നവരെ എല്ലാവരും നോക്കും. ഇവിടെയും ട്രാൻസ്ഫർ ആകുന്നു. നിങ്ങൾക്കറിയാം, ഈ ശരീരം ഉപേക്ഷിച്ച് പിന്നെ പോയി സത്യയുഗത്തിൽ പ്രിൻസിൻ്റെ കോളേജിൽ ഭാഷ പഠിക്കും. അവിടെയുള്ള ഭാഷ എല്ലാവർക്കും പഠിക്കേണ്ടി വരുന്നു. മദർ ലാംഗ്വേജ്. ധാരാളം പേരിൽ പൂർണ്ണമായും ജ്ഞാനമില്ല, പിന്നെ റെഗുലറായി പഠിക്കുന്നുമില്ല. 1-2 തവണ മിസ് ചെയ്തുവെങ്കിൽ മിസ് ചെയ്യുന്നതിൻ്റെ ശീലമുണ്ടാകുന്നു. കൂട്ടുകെട്ട് മായയുടെ അനുയായികളുടേതാണ്. ശിവബാബയുടെ അനുയായി കുറച്ചുപേരാണ്. ബാക്കി എല്ലാവരും മായയുടെ അനുയായികളാണ്. നിങ്ങൾ ശിവബാബയുടെ അനുയായികളാകുന്നു. അപ്പോൾ മായയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതിനാൽ വളരെയധികം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. മോശവും മലിനവുമായ മനുഷ്യരിൽ നിന്നും വളരെയധികം സംരക്ഷിക്കണം. ഹംസവും കൊക്കുമാണല്ലോ. ബാബ രാത്രിയിലും ശിക്ഷണം നൽകി. മുഴുവൻ ദിവസവും ആരുടെയെങ്കിലും നിന്ന ചെയ്യുന്നത്, പരചിന്തനം ചെയ്യുന്നത്, ഇതിനെ ദൈവിക ഗുണം എന്ന് പറയുകയില്ല. ദേവതമാർ ഇങ്ങനെയുള്ള കാര്യം ചെയ്യുന്നില്ല. ബാബ പറയുന്നു, ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ, എന്നിട്ടും നിന്ന ചെയ്തുകൊണ്ടിരിക്കുന്നു. നിന്നയാണെങ്കിൽ ജന്മജന്മാന്തരങ്ങളായി ചെയ്തു വന്നു. ചിന്താക്കുഴപ്പം ഉള്ളിൽ തീർച്ചയായും ഉണ്ട്. ഇതും ഉള്ളിലെ കോലാഹലമാണ്. വെറുതെ സ്വന്തം ഹത്യ ചെയ്യുന്നു. വളരെ പേർക്ക് നഷ്ടമുണ്ടാക്കുന്നു. ഇന്നയാൾ ഇങ്ങനെയാണ്. ഇതിൽ നിങ്ങൾക്കെന്താണ്? സർവരുടെയും സഹായകൻ ഒരു ബാബയാണ്. ഇപ്പോഴാണെങ്കിൽ ശ്രീമത്ത് അനുസരിച്ച് നടക്കേണ്ടതുണ്ട്. മനുഷ്യമതം വളരെ മോശമാക്കി മാറ്റുന്നു. അന്യോന്യം അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. അധിക്ഷേപിക്കുക എന്നത് മായയുടെ ഭൂതമാണ്. ഇത് പതീത ലോകം തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മളിപ്പോൾ പതീതത്തിൽ നിന്നും പാവനമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് വളരെ മോശമായവയാണ്. മനസ്സിലാക്കിച്ചു തരികയാണ്. ഇന്നു മുതൽ തൻ്റെ കാതിൽ പിടിക്കണം. ഒരിക്കലും ഇങ്ങനെയുള്ള കർമ്മം ചെയ്യുകയില്ല. അഥവാ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ബാബയോട് റിപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്കെന്താണ്? നിങ്ങൾ പരസ്പരം എന്തിന് അധിക്ഷേപിക്കുന്നു? ബാബ എല്ലാം കേൾക്കുന്നുവല്ലോ. ബാബ കാതുകളും കണ്ണുകളും ലോൺ എടുത്തിരിക്കുകയാണല്ലോ. ബാബയും കാണുന്നു, ഈ ദാദായും കാണുന്നു. പെരുമാറ്റവും അന്തരീക്ഷവും ചിലരുടേത് തീർത്തും നിയമവിരുദ്ധമായി നടക്കുന്നു. ആർക്കാണോ പിതാവില്ലാത്തത് അവരെ അനാഥൻ എന്ന് പറയുന്നു. അവർ തൻ്റെ പിതാവിനെ അറിയുന്നില്ല, ഓർമ്മിക്കുന്നുമില്ല. നന്നാകുന്നതിന് പകരം കൂടുതൽ മോശമാകുന്നു. അതിനാൽ സ്വന്തം പദവി നഷ്ടപ്പെടുത്തുന്നു. ശ്രീമത്ത് അനുസരിച്ച് നടക്കുന്നില്ലെങ്കിൽ അനാഥരാണ്. മാതാപിതാക്കളുടെ ശ്രീമത്ത് അനുസരിച്ച് നടക്കുന്നില്ല. ത്വമേവ മാതാശ്ച പിതാ, ബന്ധു തുടങ്ങിയവയും ആകുന്നു. എന്നാൽ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറേ ഇല്ലെങ്കിൽ മദർ പിന്നെ എവിടെ നിന്നുണ്ടാകും? ഇത്ര പോലും ബുദ്ധിയില്ല. മായ ബുദ്ധിയെ പൂർണ്ണമായും തിരിക്കുന്നു. പരിധിയില്ലാത്ത പിതാവിൻ്റെ ആജ്ഞ മാനിക്കുന്നില്ല. അപ്പോൾ ശിക്ഷയുണ്ടാകുന്നു. അല്പം പോലും സദ്ഗതി ഉണ്ടാകുന്നില്ല. ബാബ കാണുമ്പോൾ പറയുമല്ലോ, ഇവരുടെ എന്ത് മോശമായ ഗതി ഉണ്ടാകും. ഇത് ടാങ്കർ, അതായത് സുഗന്ധമില്ലാത്ത ഒരു വിഷപ്പൂവാണ്. എരിക്കിൻ പുഷ്പമാണ്. അത് ആരും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നന്നാകേണ്ടതാണല്ലോ. ഇല്ലെങ്കിൽ പദവി ഭ്രഷ്ടമായി പോകും. ജന്മജന്മാന്തരങ്ങളിലേക്ക് നഷ്ടമുണ്ടാകും. എന്നാൽ ദേഹാഭിമാനികളുടെ ബുദ്ധിയിൽ ഇരിക്കുന്നതേയില്ല. ആത്മാഭിമാനിക്ക് തന്നെയാണ് ബാബയെ സ്നേഹിക്കുവാൻ സാധിക്കുന്നത്. ബലിയർപ്പണമാകുന്നത് ചിറ്റമ്മയുടെ വീട്ടിൽ പോകുന്നത് പോലെയല്ല. വലിയ വലിയ വ്യക്തികൾക്ക് ബലിയർപ്പണമാകാൻ സാധിക്കില്ല. അവർ
ബലിയർപ്പണം ആകുന്നതിൻ്റെ അർത്ഥം പോലും മനസ്സിലാക്കുന്നില്ല. ഹൃദയം തകരുന്നു. ധാരാളം പേർ ബന്ധനമുക്തവുമാണ്. കുട്ടികളോ മറ്റോ ഒന്നുമില്ല. പറയുന്നു, ബാബ അങ്ങ് തന്നെയാണ് നമ്മുടെ സർവ്വതും. ഇങ്ങനെ വായ് കൊണ്ട് പറയുന്നു, പക്ഷേ സത്യമല്ല. ബാബയോടും അസത്യം പറയുന്നു. ബലിയർപ്പണമായെങ്കിൽ തൻ്റെ മമത്വം മാറ്റേണ്ടതാണ്. ഇപ്പോഴാണെങ്കിൽ അവസാനമാണ്. അതിനാൽ ശ്രീമത്തനുസരിച്ച് നടക്കേണ്ടി വരും. സ്വത്തിനോടും മറ്റുമെല്ലാം മമത്വം മാറണം. ധാരാളം പേർ ഇങ്ങനെ ബന്ധനമുക്തമാണ്. ശിവബാബയെ തൻ്റേതാക്കി മാറ്റി അഡോപ്റ്റ് ചെയ്തുവല്ലോ. ഇത് നമ്മുടെ പിതാവും ടീച്ചറും സദ്ഗുരുവുമാണ്. നമ്മൾ ആ ഒന്നിനെ നമ്മുടേതാക്കുന്നു. ആ ഒന്നിൻ്റെ മുഴുവൻ സമ്പത്തും നേടുവാൻ. ആര് കുട്ടിയായി മാറിയോ അവർ കുലത്തിൽ തീർച്ചയായും വരുന്നു. എന്നാൽ പിന്നെ അതിൽ പദവി എത്രയുണ്ട്? എത്ര ദാസദാസിമാരുണ്ട്? അന്യോന്യം ആജ്ഞാപിക്കുന്നു. ദാസിമാരിലും നമ്പർ വൈസ് ആകുന്നു. റോയൽ കുലത്തിൽ പുറത്തുള്ള ദാസദാസിമാർ വരികയില്ലല്ലോ. ആര് ബാബയുടേതായിരിക്കുന്നുവോ അവർക്കാണ് ആകേണ്ടത്. ചില്ലിക്കാശിൻ്റെ ബുദ്ധി പോലും ഇല്ലാത്ത ഇങ്ങനെയുള്ള കുട്ടികളുണ്ട്. ബാബ മമ്മിയെ ഓർമ്മിക്കൂ എന്നോ എൻ്റെ രഥത്തെ ഓർമ്മിക്കൂ എന്നോ പറയുന്നില്ല. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ദേഹത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളും ഉപേക്ഷിച്ച് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, പ്രീതി വയ്ക്കണമെങ്കിൽ ഒന്നിനോട് വയ്ക്കൂ. അപ്പോൾ തോണി അക്കരയാകും. ബാബയുടെ ഡയറക്ഷനിലൂടെ നടക്കൂ. മോഹജീത് രാജാവിൻ്റെ കഥയുമുണ്ടല്ലോ. ആദ്യ നമ്പറിലാണ് കുട്ടികൾ. കുട്ടി സ്വത്തിൻ്റെ അധികാരിയാകും. സ്ത്രീയാണെങ്കിൽ ഹാഫ് പാർട്ട്ണറാണ്. കുട്ടിയാണെങ്കിൽ ഫുൾ അധികാരിയായി മാറുന്നു. അപ്പോൾ ബുദ്ധി ആ ഭാഗത്തേക്ക് പോകുന്നു. ബാബയെ ഫുൾ അധികാരിയാക്കുമെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് നൽകും. കൊടുക്കൽ വാങ്ങലിൻ്റെ കാര്യമേ ഇല്ല. ഇത് വിവേകത്തിൻ്റെ കാര്യമാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും പിന്നെ അടുത്ത ദിവസം എല്ലാം മറന്നു പോകുന്നു. ബുദ്ധിയിൽ ഉണ്ടായിരിക്കുമെങ്കിൽ മറ്റുള്ളവർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾ സ്വർഗത്തിൻ്റെ അധികാരിയാകും. ഇതാണെങ്കിൽ വളരെ സഹജമാണ്. വായ് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കൂ. എയിം ഓബ്ജക്റ്റ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കൂ. വിശാല ബുദ്ധിയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കും. അന്തിമത്തിൽ ഈ ചിത്രവും മറ്റുമാണ് ഉപയോഗത്തിൽ വരുന്നത്. ഇതിൽ മുഴുവൻ ജ്ഞാനവും അടങ്ങിയിട്ടുണ്ട്. ലക്ഷ്മി നാരായണനും രാധാകൃഷ്ണനും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഇത് ആരും അറിയുന്നില്ല. ലക്ഷ്മി നാരായണൻ തീർച്ചയായും ആദ്യത്തെ പ്രിൻസ് ആയിരിക്കും. ബെഗർ ടു പ്രിൻസ് ആണല്ലോ. ബെഗർ ടു കിങ് എന്ന് പറയുന്നില്ല. പ്രിൻസിന് ശേഷം തന്നെയാണ് കിങ് ആകുന്നത്. ഇത് വളരെ സഹജമാണ്. പക്ഷേ മായ ചിലരെ പിടികൂടുന്നു. ആരുടെയെങ്കിലും നിന്ന് ചെയ്യുന്നത്, അധിക്ഷേപിക്കുന്നത്. ഈ ശീലം വളരെ പേർക്കുണ്ട്. വേറെ ഒരു ജോലിയുമില്ല. ബാബയെ ഒരിക്കലും ഓർമ്മിക്കുകയില്ല. പരസ്പരം അധിക്ഷേപിക്കുന്നതിൻ്റെ ജോലി തന്നെ ചെയ്യുന്നു. ഇതാണ് മായയുടെ പാഠം. ബാബയുടെ പാഠം തീർത്തും നേരായതാണ്. അവസാനം ഈ സന്യാസിമാരും മറ്റും വരും. ജ്ഞാനമാണെങ്കിൽ ഈ ബി കേസിലാണുള്ളത് എന്ന് പറയും. കുമാരിമാർ പവിത്രമാകുന്നു. പ്രജാപിത ബ്രഹ്മാവിൻ്റെ കുട്ടികളാണ്. നമ്മളിൽ ഏതെങ്കിലും മോശമായ ചിന്ത പോലും വരാൻ പാടില്ലാത്തതാണ്. വളരെ പേർക്ക് ഇപ്പോൾ പോലും മോശമായ ചിന്തകൾ വരുന്നു. പിന്നെ ഇതിനുള്ള ശിക്ഷയും വളരെ കടുത്തതാണ്. ബാബ വളരെയധികം മനസ്സിലാക്കിക്കുന്നു. അഥവാ ഏതെങ്കിലും മോശമായ പെരുമാറ്റ രീതി കണ്ടുവെങ്കിൽ ഇവിടെ നിലനിൽക്കാൻ സാധിക്കില്ല. അല്പം ശിക്ഷയും നൽകേണ്ടതുണ്ട്. നിങ്ങൾ യോഗ്യമല്ല. ബാബയെ ചതിക്കുന്നു. നിങ്ങൾക്ക് ബാബയെ ഓർമ്മിക്കാൻ സാധിക്കില്ല.
അവസ്ഥ മുഴുവൻ വീണു പോകുന്നു. അവസ്ഥ വീഴുന്നത് തന്നെയാണ് ശിക്ഷ. ശ്രീമത്തനുസരിച്ച് നടക്കാത്തതിലൂടെ തൻ്റെ പദവി ഭ്രഷ്ടമാക്കുന്നു. ബാബയുടെ ഡയറക്ഷനിലൂടെ നടക്കാത്തത് കാരണം കൂടുതൽ ഭൂതത്തിൻ്റെ പ്രവേശനമുണ്ടാകുന്നു. ബാബയ്ക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചിന്ത വരുന്നു, വളരെ വലിയ കടുത്ത ശിക്ഷകളൊന്നും ഇപ്പോഴേ ആരംഭിക്കാതിരുന്നെങ്കിൽ. ശിക്ഷകളും വളരെ ഗുപ്തമാണല്ലോ. കടുത്ത പീഡനങ്ങളൊന്നും വരാതിരിക്കട്ടെ. വളരെ പേർ വീഴുന്നു, ശിക്ഷ അനുഭവിക്കുന്നു. ബാബയാണെങ്കിൽ എല്ലാം സൂചനയിൽ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. തൻ്റെ ഭാഗ്യത്തിൻ്റെ രേഖയുടെ മേൽ വളരെ പേർ വരയ്ക്കുന്നു. അതിനാൽ ബാബ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അലംഭാവം കാണിക്കാനുള്ള സമയമല്ല. സ്വയം തന്നെ നന്നാക്കൂ. അന്തിമ നിമിഷം വരുന്നതിൽ കാലതാമസമൊന്നുമില്ല. ശരി, മധുരമധുരമായ സീഖിലതിരെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഏതെങ്കിലും നിയമവിരുദ്ധവും ശ്രീമത്തിന് വിരുദ്ധവുമായ പെരുമാറ്റം നടത്തരുത്. സ്വയം തന്നെ സ്വയമേ നന്നാക്കണം. മോശവും മലിനവുമായ മനുഷ്യരിൽ നിന്നും സ്വയം തന്നെ സംരക്ഷിക്കണം. ബന്ധനമുക്തമാണെങ്കിൽ പൂർണ്ണമായും ബലിയർപ്പണമാകണം. തൻ്റെ മമത്വം മാറ്റണം. ഒരിക്കലും ആരുടെയും നിന്ദയോ പരചിന്തനമോ ചെയ്യരുത്. മലിനവും മോശവുമായ ചിന്തകളിൽ നിന്നും സ്വയം തന്നെ മുക്തമാക്കി വയ്ക്കണം. വരദാനം: സമർത്ഥ സ്ഥിതിയുടെ സ്വിച്ച് ഓൺ ചെയ്ത് വ്യർത്ഥത്തിൻ്റെ അന്ധകാരത്തെ സമാപ്തമാക്കുന്ന അവ്യക്ത ഫരിഷ്തയായി ഭവിക്കട്ടെ. ഏതുപോലെ സ്ഥൂല ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അന്ധകാരം സമാപ്തമാകുന്നു, ഇതേപോലെ സമർത്ഥ സ്ഥിതിയാണ് സ്വിച്ച്. ഈ സ്വിച്ച് ഓൺ ചെയ്യൂ. അപ്പോൾ വ്യർത്ഥത്തിൻ്റെ അന്ധകാരം സമാപ്തമാകും. ഓരോരോ വ്യർത്ഥ സങ്കല്പത്തെ സമാപ്തമാക്കുന്നതിൻ്റെ പ്രയത്നത്തിൽ നിന്നും ഒഴിവാകും. എപ്പോഴാണോ സ്ഥിതി സമർത്ഥമാകുന്നത് അപ്പോൾ മഹാദാനിയും വരദാനിയുമായി മാറും. കാരണം ദാതാവിൻ്റെ അർത്ഥം തന്നെ സമർത്ഥം എന്നാണ്. സമർത്ഥമായവർക്ക് തന്നെയാണ് നൽകുവാൻ സാധിക്കുന്നത്. എവിടെ സമർത്ഥതയുണ്ടോ അവിടെ വ്യർത്ഥം സമാപ്തമാകുന്നു. ഇത് തന്നെയാണ് അവ്യക്ത ഫരിഷ്തകളുടെ ശ്രേഷ്ഠ കാര്യം. സ്ലോഗൻ: സത്യതയുടെ ആധാരത്തിലൂടെ സർവ ആത്മാക്കളുടെയും ഹൃദയത്തിലെ ആശീർവാദങ്ങൾ പ്രാപ്തമാക്കുന്നവർ തന്നെയാണ് ഭാഗ്യവാൻ ആത്മാക്കൾ. ഓം ശാന്തി. ശാന്തസ്വരൂപ ആത്മാവാണ് ഞാൻ. എന്നിൽ നിന്നും ശാന്തിയുടെ തരംഗങ്ങൾ വ്യാപിക്കുകയാണ്. ഞാൻ ശാന്തിയുടെ സാഗരനായ ശിവ് ബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്നു. ദിവ്യ ജ്യോതിസായ ശിവ് ബാബയിൽ നിന്നും പ്രസരിക്കുന്ന പരമാത്മാ ശാന്തിയുടെ അനന്ത കിരണങ്ങൾ എൻ്റെ ചിത്തത്തിൽ നിറയുന്നു.
പരമാത്മാ ശാന്തിയുടെ ശക്തി എന്നിൽ നിറയുന്നു. ഈ പരമാത്മാ ശാന്തിയുടെ അനന്തകിരണങ്ങൾ വിശ്വത്തിൻ്റെ നാനാഭാഗത്തും വ്യാപിക്കുകയാണ്. പരമാത്മാ ശാന്തിയുടെ ഈ ദിവ്യ കിരണങ്ങൾ ആത്മാക്കളിൽ നിറയുമ്പോൾ അവരും ശാന്തി സാഗരൻ്റെ നേർക്ക് ആകർഷിക്കപ്പെടട്ടെ.